ചെരുപ്പ് പുറത്തഴിച്ചു വെച്ച്, ശ്രദ്ധിക്കണേ, ചെരുപ്പ് പുറത്തഴിച്ചു വെച്ച് അഭിവാദനം ചെയ്ത് നമസ്കരിച്ച്. എവിടെ നമസ്കരിച്ച്? നീളമുള്ള മുടി ഉണ്ടെങ്കിൽ ഒന്ന് കെട്ടിയിട്ട് ഉള്ളിലേക്ക് കടക്കണം എന്ന് പറയാൻ കാരണം, വായിൽ ഉമിനീര്, മലമൂത്രാദികള് ഒന്നും തന്നെ അമ്പലത്തിന്റെ ഉള്ളിൽ വീഴരുത്. ഈ ആലിനെ 7 പ്രദക്ഷിണം വെച്ചിട്ട് വേണം അത്രേ ഇതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ. അപ്പൊ ഒരു ചോദ്യം, എന്തിനാലിന് 7 പ്രദക്ഷിണം? നമ്മുടെ ശരീരം പോലെ തന്നെയാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മതി. ഞാനൊരു സാമാന്യനൊരു ക്ഷേത്രം കാട്ടിത്തരാം. കേൾക്കുന്നുണ്ടോ ഇല്ലയോ? ക്ഷേത്രത്തിന് സ്ഥൂല ശരീരമുണ്ട്, പിന്നെ എന്തുകൊണ്ട്? സൂക്ഷ്മ ശരീരമുണ്ട്. എന്താ സ്ഥൂല ശരീരം? നമ്മൾ കാണുന്ന, എൻ്റെ കൈ ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ട്, ഉണ്ടോ ഇല്ലയോ? എൻ്റെ കാല് നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയോ? എൻ്റെ തല നിങ്ങൾ കാണുന്നുണ്ട്, ഉടല് നിങ്ങൾ കാണുന്നുണ്ട്, ഇല്ലേ? ഉണ്ടില്ല, ഇല്ലേ? ഇത് സ്ഥൂല ശരീരം. പക്ഷെ ഇതിന്റെ ഉള്ളിൽ സൂക്ഷ്മ ശരീരമുണ്ട്. പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, വ്യാനൻ എന്നീ പഞ്ചപ്രകാരത്തിൽ ഇതിനെ പ്രവർത്തിക്കുന്ന ഒരാളുണ്ട്, ഉണ്ടോ ഇല്ലയോ? പുരഞ്ജനോപാഖ്യാനത്തിന് മുമ്പ് എന്താ പറയാ, 5 തലയുള്ള നാഗങ്ങൾ ഈ പഞ്ചപ്രാണനാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ ഞാൻ പറയണത്? 5 തലയുള്ള നാഗങ്ങള് എന്താ പറയുക, പഞ്ചപ്രാണനാണ്. 10 ആൾ അവിടെ സംരക്ഷിച്ചു നിർത്തുന്നത് എന്താ 10? 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും. ഇത് ഞാൻ പൈലേക്ക് കടക്കണില്ല, സമയമില്ല. കാരണം എന്താ അറിയോ? അഹം ഭവാൻ ന ചാന്യസ്തം ത്വമേവാഹം വിചക്ഷഭോ നനൗ പശ്യന്തി കവയശ്ചിത്രം ജാതു മനാകപി എന്ന് ഭാഗവതം പറയുന്നു. വളരെ സുന്ദരമായ വരിയ. എനിക്കൊന്നും ഇപ്പൊ കിടക്കാൻ സമയമില്ല, എൻ്റെ സമയം കൊണ്ട് ഇപ്പൊ തന്നെ എന്താ പറയുക 7:39 കടന്നു. 7:39 ആയില്ലേ? അപ്പൊ ഇനി കുറച്ച് സമയം കൂടി കിട്ടുള്ളൂ. എനിക്കിതൊന്ന് പറഞ്ഞു തീർക്കണം. ഞാൻ ക്ഷേത്രത്തിലേക്ക് ഒന്ന് കടന്നോട്ടെ. ഇങ്ങോട്ട് വരണേ, വരില്ലേ? ഒന്നിച്ച് വരില്ലേ? എൻ്റെ ബാഹ്യ ശരീരം ഈ ക്ഷേത്രത്തിൽ ഉണ്ടോന്ന് നോക്കണം. വരൂ. ഇത് പൂർണ്ണ അംഗത്തിലുള്ള ക്ഷേത്രമാണോ എന്ന് എനിക്കറിയില്ല. കൊടിമരമുള്ള ഇല്ലാത്തതുകൊണ്ട് ഇത് പൂർണ്ണ അർത്ഥത്തിലുള്ള ക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ക്ഷേത്രമാണ്. ഗുരുവായൂര് പൂർണ്ണ അംഗങ്ങളുള്ള ക്ഷേത്രമാണ്. കേൾക്കണ്ടോ ഇല്ലേ? ഗുരുവായൂരിക്ക് പോയിട്ട് നമുക്ക് അതിന്റെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ഒന്ന് കാണാം. എൻ്റെ ശരീരം പോലെയാണോ ആ ക്ഷേത്രം? നമുക്കൊന്ന് നോക്കാം. നോക്കല്ലേ? വരും. അതിൽ നമ്മൾ ഉള്ളിലേക്ക് കടന്നാൽ, ഗുരുവായൂരിന്റെ ഉള്ളിലേക്ക് കടന്നാൽ ഗുരുവായൂരിന്റെ ശ്രീകോവില് കാണാം. ആ ശ്രീകോവിൽ എന്ന് പറയുന്നത് ശിരസ്സാണ്. ആരുടെ ശിരസ്? ഭഗവാന്റെ ശിരസ്സാണ്, അഥവാ നമ്മളുടെ ശിരസ്സാണ്. കേൾക്കുന്നുണ്ടോ ഇല്ലയോ? ഭഗവാന്റെ ശിരസ്സാണ് ഇത്, ആ ശ്രീകോവിൽ എന്ന് പറയുന്നത്. വരൂ, ഈ അങ്കോപാംഗത്തെ ഞാൻ നിങ്ങളെ വിളിച്ചു ചോദിക്കുക, എനിക്ക് കൃത്യമായിട്ട് കേൾക്കേണ്ടി വരും. സാമാന്യനെയാണ് ഇത് പറഞ്ഞു തരുന്നത്, സൂക്ഷ്മാംശത്തിലേക്ക് ഇറങ്ങിയിട്ടല്ല. ഇവിടെ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചുകൂടി ഉയർന്ന സാസാണി വേറെ കോലത്ത് പറയേണ്ടി വരും. നമുക്കിത് മനസ്സിലാക്കണം, ഒന്ന് തറഞ്ഞു വെക്കുക ചെയ്യണം. കേൾക്കണ്ടോ ഇല്ലയോ? ഒന്ന് തറഞ്ഞു വെക്കണം. വേണ്ടേ? എന്നിട്ട് ഒന്നും കൂടി ആഴത്തിൽ പഠിക്കാം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ പലപ്പോഴും കമ്മിറ്റിക്കാരെന്നെ വിളിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ഗ്രാമമാണ്, അങ്ങനെയാണ്. എല്ലാവർക്കും എല്ലാം മനസ്സിലാവുകയില്ല. മനസ്സിലാവൂല എന്നൊക്കെ നമ്മൾ പറയുന്നത് വെറുതെയാണ്. ശരിയാണോ അല്ലയോ? തീർച്ചയായിട്ടും ശരിയാണോ അല്ലയോ? പറയൂ. എല്ലാവർക്കും എല്ലാതും മനസ്സിലാവും, ഒരു സംശയമില്ല. പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ പറഞ്ഞു കൊടുത്താൽ എല്ലാവർക്കും എല്ലാതും മനസ്സിലാവുകയില്ലയോ? പറയൂ. മനസ്സിലാവും. ആ പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ അത് പറഞ്ഞു കൊടുക്കണം. അതിന് നമുക്ക് കഴിയണം. വരട്ടെ. അപ്പൊ ഗുരുവായൂരിന്റെ ശ്രീകോവിൽ എന്താന്നാ പറഞ്ഞേ? ഞാൻ സാമാന്യേന ദേവന്റെ ശിരസ്. അത് ദേവിയുടെ ക്ഷേത്രമാണെങ്കിൽ ദേവിയുടെ ശിരസ് നോക്കണേ. ഇനി അതിന്റെ തൊട്ട് പുറത്തേക്ക് വന്നാൽ ഉറങ്ങരുതേ, ഇവിടെ ഇരുന്ന് ഉറങ്ങരുത്, ദയവേത് ഉറങ്ങരുത്. വീട്ടിൽ പോയി പായ വിരിച്ച് കിടന്നുറങ്ങൂ. ഉണരാനാ ഞാൻ ഇപ്പൊ പഠിപ്പിക്കുന്നത്. എന്നെ നരകത്തേക്ക് പറഞ്ഞേക്കരുത്. അങ്ങനെയും ഉണ്ടാവും ചിലപ്പോൾ. നല്ല സുഖം കേട്ടോ, അങ്ങനെ ഉറങ്ങിയേക്കരുത്. ഞാൻ നരകത്തേക്ക് പോകും. ഉറങ്ങിയെന്നല്ല, ഉറങ്ങാൻ ഇടവരാതിരിക്കട്ടെ. നട്ടല്ലൊക്കെ ഞാൻ ഇരിക്കുന്നത് കസേരയെ ചാരിയിട്ടല്ല, എനിക്കിൻ്റെ നട്ടലിൻ്റെ വിശ്വാസം. നട്ടല് ഞാൻ വഴിയെ കാണിച്ചു തരും. അമ്പലം കാണിക്കുമ്പോൾ പ്രധാനമായിട്ട് നട്ടല് കാണിക്കണം, നിലവിളക്കം കാട്ടിത്തരും. നിലവിളക്കം എന്താന്ന് കാട്ടി തന്നിട്ടേ പോകുള്ളൂ. അത് കാണിച്ചു തരണം. അത് കാണിച്ചു തന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സർവ്വദേവതാ സ്വരൂപത്തിൽ എങ്ങനെയാണ് നിലവിളക്ക് നിൽക്കുന്നത് എന്നുള്ളത്. വരട്ടെ. അപ്പൊ ചാരിനേരത്ത് നിന്ന് നട്ടലിൽ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. അപ്പൊ എന്താ വെച്ചാൽ ഉറക്കം വരില്ല. തന്നെയല്ല, നട്ടല് വേദനയൊക്കെ കുറെ ഒഴിഞ്ഞു കിട്ടും ഇങ്ങനെ ഇരുന്നാൽ. എങ്ങനെ? സുഖാസനത്തിൽ ഇരിക്കുക വേണ്ട. എനിക്ക് കസാര ഇട്ടതിനെ കൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുന്നു, അത്രയേ ഉള്ളൂ. വരട്ടെ. എന്തേ പറഞ്ഞു ഇപ്പൊ ഞാൻ? പറഞ്ഞു ശിരസ്സാണ്. ഇനി നോക്കൂ, ആ ശ്രീകോവിലിന്റെ തൊട്ട് പുറത്തേക്ക് വന്നാൽ അവിടെ ചെറിയ ബലിക്കൽ വട്ടം കാണാം. അതിനെ വിളിക്കുന്ന പേര് അകത്ത ബലിവട്ടം എന്നാണ്. എന്ന് വെച്ചാൽ ചുറ്റമ്പലത്തിന്റെ ഉള്ളില് ശ്രീകോവിലിനോട് തൊട്ട് പുറത്തായിട്ട് ചെറിയ ബലിക്കൽ വട്ടം കാണാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഉണ്ടോ ഇല്ലയോ? അത് ദേവന്റെ മുഖമാണ്. ശ്രദ്ധിക്കണേ. അഥവാ ദേവിയുടെ ക്ഷേത്രമാണെങ്കിൽ ദേവിയുടെ മുഖമാണ്. അപ്പൊ വരട്ടെ, ശ്രീകോവില്
ഒരു ഉഷാറൊന്നുമില്ല നിങ്ങൾ. ശ്രീകോവില് മുമ്പളല്ലേ ഉള്ളൂ ഇവിടെ. ശ്രീകോവില് ശിരസ്, അകത്തെ ചെറിയ ബലിവട്ടം, പറയൂ ബലിവട്ടം, മുഖം. ഇനി നോക്കൂ ചുറ്റമ്പലം. നിങ്ങൾ കാണുണ്ടാവും ചുറ്റമ്പലം. ചുറ്റമ്പലം എന്ന് പറയുന്നത് ദേവന്റെ മാറിടമാണ്, അഥവാ ദേവീ ക്ഷേത്രമാണെങ്കിൽ ദേവിയുടെ മാറിടമാണ്. ദേവന്റെ അഥവാ ദേവിയുടെ മാറിടമാണ് ഇത്. പറയൂ ചുറ്റമ്പലം. അതിന്റെ തൊട്ട് പുറത്തേക്ക് വന്നാൽ, ഇനി ഞാൻ പറയാൻ പോണതിനെ ശ്രദ്ധിച്ച് കേട്ടോണം. അവിടുന്നാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ പറയുക. ശ്രദ്ധിച്ച് കേട്ടോണം. കേൾക്കില്ലേ? ചുറ്റമ്പലം എന്താന്നാ പറഞ്ഞേ? പറയൂ. ദേവിയുടെ അഥവാ ദേവന്റെ, ഏതാണോ ക്ഷേത്രച്ചാല് ആ ദേവിയുടെ ദേവന്റെ മാറിടമാണ്. ഇനി വരൂ, ആ ചുറ്റമ്പലത്തിന്റെ തൊട്ടുപുറത്തേക്ക് വന്നാൽ അവിടെ വലിയ ബലിക്കൽ വട്ടം കാണാം. ശ്രദ്ധിക്കും, വലിയ ബലിക്കൽ വട്ടം നന്നാക്കി ഉറപ്പിച്ചു പോണേ. ആ വലിയ ബലിക്കൽ വട്ടത്തിന്റെ മുകളിലാണ് ശ്രീഭൂത ബലി, ഉത്സവ ബലി ഒക്കെ തൂവണത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗുരുവായൂരൊക്കെ ഉത്സവ ബലി തൂവിയിട്ട് അല്ലെങ്കിൽ ശ്രീഭൂത ബലി തൂവിയിട്ട് ഇങ്ങനെ പോണത് കാണാം. ഇതിന് ബ്രഷ് കൊണ്ടൊക്കെ ഇങ്ങനെ എടുത്ത് പോണത് കാണാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ? കണ്ടിട്ടുണ്ടാവും, കാണാതിരിക്കില്ല. ഗുരുവായൂർ പോയവർക്കറിയാം. നോക്കൂ, ശ്രീഭൂത ബലി തൂവുന്നത് ആ വലിയ ബലിക്കൽ വട്ടത്തിന്റെ മുകളിലാണ്. ആ വലിയ ബലിക്കൽ വട്ടം എന്ന് പറയുന്നത് ദേവന്റെ അഥവാ ദേവിയുടെ അരക്കെട്ടാണ്. ഉറപ്പിച്ച് മനസ്സിലാക്കിക്കോണേ. എന്താണ് പ്രിയപ്പെട്ടവരെ? പറയൂ, അരക്കെട്ടാണ്. അപ്പൊ നോക്കൂ, ശ്രീകോവില്, പറയൂ ശ്രീകോവില്, നന്നായി കേൾക്കണം. ശ്രീകോവില് ശിരസ്, അകത്തെ ചെറിയ ബലിവട്ടം മുഖം, ചുറ്റമ്പലം, പറയൂ മാറിടം. റെഡി. എന്താ പറയാ? പുറത്തെ വലിയ ബലിക്കൽ വട്ടം, അരക്കെട്ട്. ഇനി എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോണം. ആ വലിയ ബലിക്കല്ല് മുതൽ, ഏത് വലിയ ബലിക്കല്ല്? പുറത്ത് ഉത്സവ ബലി തൂവുന്ന ആ വലിയ ബലിക്കല്ല് മുതൽ ക്ഷേത്രത്തിന്റെ മതിൽ വരെയുള്ള ഭാഗം. പണ്ടത്തെ ക്ഷേത്രം നോക്കാം. ഇവിടെ പഴയ ക്ഷേത്രം ഉണ്ടെങ്കിൽ, പഴയ പൂർവികമായ ക്ഷേത്രം ഉണ്ടെങ്കിൽ അതിന്റെ മതിൽ നോക്കാം. പഴയ ക്ഷേത്രത്തിന്റെ മതിൽ ഇവിടെ ബാക്കി ഉണ്ടെങ്കിൽ നോക്കാം. അതിന് ഇങ്ങനെ ഒരു വയറുണ്ടാവും. ഉണ്ടോ ഇല്ലയോ? ആനപ്പള്ള എന്നൊക്കെ പറയും. കറക്റ്റ്, അത് തന്നെ. വെട്ടുകല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിന് വക്കുണ്ടാവും. ഒരു കുടത്തിലേക്ക് ചൈതന്യമാക്കി വെച്ച പോലെയാണ് ഒരു ക്ഷേത്രത്തിലെ ചൈതന്യം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അത് കലശമാടി അതിനെ പരിപോഷിപ്പിച്ച് നിർത്തി ആ ചൈതന്യത്തെ നിലനിർത്തി കൊണ്ടുപോവുക ചെയ്യുക. അതിനെയാണ് ക്ഷേത്രം എന്ന് വിളിക്കുക. ഓരോ കൊല്ലത്തിലും കലശാട് പറഞ്ഞാൽ ഉത്സവം നടത്തണം. 12 വർഷം കഴിയുമ്പോൾ, ഒരു വ്യാഴവട്ടം കഴിയുമ്പോൾ അവിടെ എന്ത് ചെയ്യണം? നവീകരണ കലശം നടത്തണം. മനസ്സിലാവുണ്ടോ പറയണത്? അതൊക്കെ എന്താന്ന് ഞാൻ പിന്നീട് വന്നിട്ട് പറയാം. ദൈവവും ദേവതയും തമ്മിലുള്ള വ്യത്യാസം പറയണം. അപ്പൊ ഇന്നിവിടെ പറയാൻ നിന്നാൽ നാളെ നേരം വിളിക്കും. അതുകൊണ്ട് അത് വയ്യ. ഞാൻ ഇപ്പൊ ക്ഷേത്രം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിപ്പോട്ടെ. ദൈവവും ദേവതയും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കേൾക്കണ്ടോ ഇല്ലയോ? അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. വേണ്ടയോ? കൃത്യമായിട്ട് അറിയണം. അപ്പൊ പ്രശ്നം വരില്ല. വരട്ടെ. എന്താണ് പറഞ്ഞു? ഇതിനെ ആനപ്പള്ള എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇതിനെ, ഈ മതിലിനെ. അത് ഗുരുവായൂർ അങ്ങനെ തന്നെ എന്താ പറയാ, തേച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം. അതിന്റെ മുകളിൽ ചുവർ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? പുറത്ത് നമുക്ക് നോക്കിയാൽ കാണാം. ആ മതിലിനെ താന്ത്രിക ഭാഷയിൽ വിളിക്കണ പേര് മര്യാദ എന്നാണ്. എന്താ വിളിക്കുക? മര്യാദ. അതായത് തന്ത്രഭാഷയിൽ ക്ഷേത്ര മതിലിനെ വിളിക്കുന്ന പേര് മര്യാദ എന്നാണ്. ആ വലിയ ബലിക്കല്ല് മുതൽ ക്ഷേത്ര മതില് അഥവാ മര്യാദ വരെയുള്ള ഭാഗം ദേവന്റെ കാലാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ പറയണത്? കാലാണ്. ഇനി ശ്രദ്ധിക്കൂ, എല്ലാവരും കൂടി ശ്രദ്ധിക്കണേ. ഇനി ശ്രദ്ധിക്കൂ, ഒരു രസം കൂടി പറയാം. ഒരു രസം എന്താന്ന് വെച്ചാല്, ഈ മതിലിന്റെ ഒരു ചേർന്ന് നമ്മുടെ ദേവൻ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിഞ്ഞിക്കണത്? പടിഞ്ഞാട്ടാണ്. അപ്പൊ നോക്കൂ, പടിഞ്ഞാറ് ഗോപുരം ഉണ്ടാവും. അതായത് ഗോപുരം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ആ മതിൽമേല് വലിയൊരു ഗോപുരം. ഗുരുവായൂരൊക്കെ കാണാം ഗോപുരം. എന്താ പറയാ, പടിഞ്ഞാറേ നട, കിഴക്കേ നട. ആനയ്ക്ക് കയറിപ്പോത്തക്ക രീതിയിൽ ഉയരത്തിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഉണ്ടോ ഇല്ലയോ? പടിഞ്ഞാറേ നട, കിഴക്കേ നട. ആ 2 ഗോപുരം, അതായത് 2 ഗോപുരം ഉണ്ടാവുക പ്രധാനമായിട്ടും. ആ 2 ഗോപുരം എന്ന് പറയുന്നത് ദേവന്റെ പാദമാണ്. അതുകൊണ്ട് ചെരുപ്പ് പുറത്തഴിച്ചു വെച്ച്, ശ്രദ്ധിക്കണേ, ചെരുപ്പ് പുറത്തഴിച്ചു വെച്ച് അഭിവാദനം ചെയ്ത് നമസ്കരിച്ച്, എവിടെ നമസ്കരിച്ച്? ആ പാദത്തിൽ നമസ്കരിച്ച്. മുടി നീണ്ടതുണ്ടെങ്കിൽ കൊഴിയാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്ത്രശാസ്ത്ര വിധിപ്രകാരമാണ് എന്ത് നടക്കുന്നത്? പൂജാതി കാര്യങ്ങളും പ്രതിഷ്ഠയും നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിന് ചൈതന്യത്തിന് ലോപം വരാതിരിക്കണമെങ്കിൽ കഴിയണതും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ലാണ്ട് നോക്കുക. എങ്ങനെ? അതായത് മുടി നീണ്ടതുണ്ടെങ്കിൽ, ചെറിയ മുടിയാണെങ്കിൽ കൊഴിയാൻ സാധ്യത കുറവാണ് എന്ന സങ്കല്പത്തിലാണ്. നീളമുള്ള മുടി ഉണ്ടെങ്കിൽ ഒന്ന് കെട്ടിയിട്ട് ഉള്ളിലേക്ക് കടക്കണം എന്ന് പറയാൻ കാരണം, അഴിച്ചിട്ട് കടക്കരുത് എന്നാ പറയുക. ആ കെട്ടിയിട്ട് കടക്കണം എന്ന് പറയാൻ കാരണം ഇതാണ്. ആ ഉള്ളിലേക്ക് കടക്കുക പോരാ, വായിൽ ഉമിനീര്
മലമൂത്രാദികള് ഒന്നും തന്നെ അമ്പലത്തിന്റെ ഉള്ളിൽ വീഴരുത്. അപ്പൊ നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിക്കും, അറിയാതെ വീണ് പോയാലോ? പോയിട്ടുണ്ടാവുമല്ലോ ചിലപ്പം. അതിന് പുണ്യാഹാദി ക്രിയകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ചിലർ അത് മൂത്രോ ഒക്കെ ആയി കഴിഞ്ഞാൽ മിണ്ടാതെ അങ്ങോട്ട് പോണ ആൾക്കാരും ഉണ്ട്. അപ്പൊ അവിടെ ചൈതന്യലോപം വരും. ഈ ചൈതന്യലോപത്തെ പരിഹരിക്കാനാണ് കൊല്ലത്തിലൊരിക്കൽ എന്ത് നടക്കുന്നത്? ഉത്സവം നടക്കണം. അറിയാതെ സംഭവിക്കും. നമ്മൾ വായി നോക്കുമ്പോൾ നീര് വീഴില്ലേ? ചിലപ്പോൾ മുടി നമ്മൾ അറിയാതെ വീണു പോകും. അപ്പൊ അങ്ങനെയുള്ള ചൈതന്യ ലോപത്തിന് പരിഹാരം കാണണം. ആ പരിഹാരമാണ് കലശമാടിയിട്ട് ഉത്സവത്തിന് റീചാർജ് ചെയ്ത് നിർത്തണം. ഒരു പരുവത്തിലായി ഉണ്ടാവും. നിങ്ങളൊക്കെ അറിയാം. ബോറടിച്ചോ? മുന്നോട്ട് പോകൂലേ? ബാക്കിയുള്ളോടിമൊക്കെ പറയല്ലേ? നിങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെച്ചാലേ പറയുള്ളൂ. ഇല്ലേ ഞാൻ എൻ്റെ വഴിക്കാണ്ട് പോകും. എളുപ്പം വീട്ടിലെളുപ്പത്താൻ കഴിയില്ല. വണ്ടി വന്നിട്ട് തന്നെ പോകാൻ കഴിയുള്ളൂ. കാരണം അവിടെ ഞാൻ വണ്ടി വെച്ചിട്ടാണ് പോകുന്നത്. ഞാൻ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ വണ്ടി അവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. എന്നിട്ട് ഇങ്ങോട്ട് വണ്ടി കയറുക ചെയ്ത്. ഇനി അവിടെ പോയിട്ട് ആ വണ്ടി എടുത്ത് പിന്നെ എനിക്ക് ബഹുദൂരം പോകാനുണ്ട്, കുറച്ചുകൂടി ദൂരം. നല്ല റിസ്ക്കാണ് ഇങ്ങോട്ട് പോകാറുണ്ട്. നിങ്ങളെയൊക്കെ ഒന്ന് കാണാം. ഭഗവാൻ അതിന് നിയോഗം വരുത്തിയല്ലോ, സന്തോഷമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വരാൻ കഴിഞ്ഞു, പ്രാവശ്യം വരാൻ കഴിഞ്ഞു. എൻ്റെ ബന്ധുജനങ്ങളെ കാണുക, സന്തോഷിച്ച് വരിക, അത്രയേ ഉള്ളൂ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടെയുള്ള മഹാത്മാക്കളെ കാണുക എന്നുള്ളതാണ് സന്തോഷം. പിന്നെ ഭഗവാനെ തൊഴുക, ഏറ്റവും വലിയ സന്തോഷം അതാ. അത്രയേ ഉള്ളൂ. വേറെ യാതൊന്നും ഇതിൽ ഇല്ല. ആത്മാലാഭമാണ് ഏറ്റവും വലിയ ലാഭം. ബാക്കിയുള്ളതൊന്നും അല്ല ലാഭം. വരട്ടെ, ഇങ്ങോട്ട് തിരിച്ചു പറ്റേ. എന്തോടെ പറഞ്ഞു ഞാൻ? ഈ 2 ഗോപുരം മനസ്സിലായോ ഇല്ലയോ? ഇനി എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. ഒരു നേരം പോക്ക് പറയാം. ഈ ഗോപുരത്തിന്റെ തൊട്ട് പുറത്താണ് ആല് വെച്ചിട്ടുണ്ടാവുക. ഇവിടെ ആലുണ്ടോ? ഉണ്ട്. കുറച്ച് മുന്നിലായിട്ട് ആലുണ്ട്. അതിന് തറ കെട്ടി സൂക്ഷിച്ചിട്ടുണ്ടാവും. ഈ ആലിനെ 7 പ്രദക്ഷിണം വെച്ചിട്ട് വേണം അത്രേ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ. അപ്പൊ ഒരു ചോദ്യം, എന്തിനാലിന് 7 പ്രദക്ഷിണം? ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ആലിന് പ്രദക്ഷിണ വിധിയില്ല. ഉച്ചയ്ക്ക് ശേഷം ആരും ആലിനെ പ്രദക്ഷിണം ചെയ്യാൻ പോണ്ട. രാത്രി തീരെ പ്രദക്ഷിണ വിധിയില്ല. അതിനെന്താ കാരണം എന്ന് ചോദിച്ചാല് ഭാരതീയർക്കറിയാം. എന്താണ്? ഈ ആലിന് 7 പ്രദക്ഷിണം ചെയ്താൽ എന്താ ഫലം? പ്രാണായാമം ചെയ്ത ഫലം കിട്ടും. പ്രാണായാമം ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾക്ക്? പ്രാണനെ ഒരു നാസികയിലൂടെ ഇത്രമാത്രം ഉള്ളിലേക്ക് എടുക്കുകയും കുംഭകപ്പെടുത്തി മറ്റേ നാസികയിലൂടെ ഇത്രമാത്രം പുറത്തേക്ക് വിടുകയും കുംഭകരേചകാദികളിലൂടെ തൻ്റെ തപശക്തിയെ വർദ്ധിപ്പിക്കുന്ന ചടങ്ങാണ് പ്രാണായാമം. ഈ പ്രാണായാമം ചെയ്തിട്ടേ ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ പൂജ ചെയ്യുന്ന പൂജകൻ ഉള്ളിലേക്ക് കയറാൻ പറ്റൂ. കാരണം എന്താ? അപ്പോഴേ അയാൾക്ക് എന്തുണ്ടാവുള്ളൂ? തപശക്തി ഉണ്ടാവും. തപശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ചൈതന്യത്തെ നിലനിർത്താൻ പറ്റൂ. കേൾക്കുന്നുണ്ടോ പറയണത്?